ദേ ഇതാണ് നിലമ്പൂര്. ഇനി നിലമ്പൂരിന്റെ ശബ്ദം നമുക്ക് കേൾക്കാം. നിലമ്പൂർ ആര് ജയിക്കുന്നത്? സ്വരാജ് വികസനം അതിന്റെ മുമ്പത്തെ സർക്കാർ വികസനം ചെയ്തിരിക്കണം. പിന്നെ അവൻ ജയിച്ചാലേ ഇവിടെ വേറെ തുടരാൻ പറ്റുള്ളൂ. വേറെ ആര് ജയിച്ചിട്ടും കാര്യമല്ല. സ്വരാജ് ജയിക്കും. എൽഡിഎഫിന്റെ ഭരണനേട്ടം. സ്വരാജ് വന്ന എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്നത്? കുറെ മാറ്റങ്ങൾ ഇവിടെ കൊടുത്തേക്കണ്. ഇനി അതൊന്ന് ഒന്ന് ഉഷാറാക്കും. നിലമ്പൂരിൽ സ്വരാജ് ജയിക്കും. സ്വരാജ് ജയിക്കും. സഖാവ് സ്വരാജ്. നിലമ്പൂര് ഇടതുപക്ഷ സ്ഥാനാർത്ഥി സഖാവ് രണ്ടുപേരും സ്വരാജ് ജയിക്കും. സ്വരാജ് ജയിക്കും തീർച്ചയായും. സ്വരാജ് ഒരു പക്വതയുള്ള നേതാവാണ്, എല്ലാവരും ഇഷ്ടപ്പെടുന്ന നേതാവാണ്. ബാപ്പുട്ടി അത്ര നീറ്റ് നേതാവല്ല, പൊതുവെ നിലമ്പൂർക്കാർക്കറിയാം. നിലമ്പൂര് ആദ്യം സ്വക്കത്തിനായിരുന്നു കൂടുതൽ ചാൻസ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ മാറി വന്നപ്പോൾ സ്വരാജിനാണ് കൂടുതലായിട്ടും ഒരു ട്രെൻഡ് വരുന്നത്. നിലമ്പൂർ സ്വരാജ് വന്നാലേ മാറ്റങ്ങൾ ഉണ്ടാവും. കാരണം ഇപ്പോൾ LDF സർക്കാരാണല്ലോ ഭരിക്കുന്നത്. അപ്പോൾ കൂടുതലായിട്ട് ഇനിയിപ്പോൾ സ്വരാജ് വന്നാലുള്ളൂ ഇനിയും കൂടുതലും മാറ്റങ്ങളും പിന്നെ ഇതൊക്കെ ഉണ്ടാവുള്ളൂ ജനങ്ങൾക്ക്. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ ബൈപ്പാസൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും സ്വരാജ് വന്നാൽ നല്ലൊരു പ്രതീക്ഷ ഉണ്ടാവും. ഇപ്പോൾ സ്വരാജിനാണ് മുൻതൂക്കം. നല്ല സ്വരാജ് ജയിക്കും. ആദ്യം സൗഖ്യത്തേനു, പിന്നെ ഇപ്പോൾ സ്വരാജ് സ്ഥാനാർത്ഥിയായി വന്നതിന് ശേഷം സ്വരാജിനാണ് ഇവിടെ മുൻതൂക്കം നിൽക്കുന്നത്. സ്വരാജ് വന്നാൽ നല്ല മാറ്റം ഇവിടെ നിലമ്പൂരിലുണ്ടാവും. സ്വരാജ് ഇവിടുത്തെ ആളാണ്. സ്വരാജ് നല്ലൊരു നിലപാടുള്ള ഒരാളാണ്. നല്ലൊരു വികസനം ഇവിടെ നിലമ്പൂർക്കാർക്ക്, സഖാവ് കുഞ്ഞാലിക്ക് ശേഷം നല്ലൊരു ധീരനായ ഒരു നേതാവിനെ നിലമ്പൂർക്കാർക്ക് കിട്ടുകയാണ്. സഖാവ് സ്വരാജ് ജയിക്കും ഇവിടെ. ഇപ്പൊ കേട്ടില്ലേ, ഇതാണ് നിലമ്പൂരിന്റെ ശബ്ദം. വോട്ട് ഫോർ എം സ്വരാജ്.